ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു സൺഡേ ആണ് ഗൈസ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചാണ് എണീച്ചത്. നമുക്ക് ഇന്ന് ഒരു ഫ്രൈഡ് റൈസ് വെച്ചാലോ ഗൈസ്? ഇത് ശരിയാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ എനിക്കറിയാറായ കാലം തൊട്ട് ഞാനാണ് കേട്ടോ ഇവിടെയുള്ള അരിഞ്ഞു പറക്കലൊക്കെ. കാരണം എനിക്കത് ഭയങ്കര ക്രൈസാണ്. വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. അരിഞ്ഞു കൊടുക്കുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷം. ഉള്ളി അരിഞ്ഞ് കണ്ടോ ഗൈസ്? ഇല്ലാത്ത കാമുകനെ ആലോചിച്ച് കഴിഞ്ഞതാന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വെറുതെ ഇരുന്നേ കേട്ടോ. കണ്ടോ ഗൈസ്, എൻ്റെ കണ്ണൊക്കെ ചുമന്നൊരു പരിവായി. ഈ ഉള്ളി അരിയുന്നതല്ല ഗൈസ്, ഇത് അരിഞ്ഞിങ്ങനെ നുറുക്കി കൊടുക്കുന്നതാണ് പാട്. ഇത് പിന്നെ നമുക്കിതിന് PhD എടുത്തിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ട് വിഷയമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ അതാണ് ഫോണിലോട്ട് തന്നെ നോക്കി അരിയുന്നത് കേട്ടോ. അവിടെ റീൽസ് എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി തന്നെ അരിക്കും. കാരണം ഇതിനകത്ത് നോക്കി അരിഞ്ഞാൽ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് അരിയത്. അതൊക്കെ ഞാൻ ആലോചിച്ച് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, ഓവറായി പോയാലോ. അങ്ങനെ പിന്നെ അതൊക്കെ അടപ്പയിലാക്കി കേട്ടോ. അടപ്പയിലാക്കിയപ്പോഴത്തേന് വയറ്റിൽ മറ്റേ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. അതൊക്കെ എടുത്ത് പിന്നെ ഞാൻ പഴങ്കഞ്ഞി കുടിക്കാതിരുന്നു. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു ക്രേസാണ് ഗൈസ്. കാരണം സൺഡേ ഉള്ളൊരു പ്രധാന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പഴങ്കഞ്ഞി. ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണ ഗൈസ്, ഇതൊരു പ്രത്യേക വികാരമാണ് നമുക്ക്. പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ ഒരു വികാരമാണ് കേട്ടോ. പിന്നെ ആരും തന്നെ എൻ്റെ വീഡിയോസിനൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ്. എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ദാണ്ട നിങ്ങൾക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം. അത് കഴിഞ്ഞപ്പോഴത്തേന് ദാണ്ട ഗൈസ് ഇതെല്ലാം അടപ്പയിലാക്കി കേട്ടോ. പിന്നെ ദാണ്ട് ഈ സാധനം ഞാൻ അരിഞ്ഞതാണ്. ഇതെല്ലാം എൻ്റെ കലാവിരുതാണ് കേട്ടോ ഗൈസ്. പല ഷേപ്പിൽ ഞാൻ അരിയും. പിന്നെ ഈ സാധനം എടുത്ത് വെച്ചതൊക്കെ കണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് അത് വലിച്ച് പറക്കി തിന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഗൈസ്. അപ്പോൾ വേണ്ട, അതൊക്കെ ഞാൻ കഴിച്ചു. ഇതൊന്നും ആരും അറിയില്ല കേട്ടോ. ഇത് പക്ഷേ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഫോൺ എടുക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും അമ്മ ഇത് ഇളക്കി കേട്ടോ. അമ്മയുടെ ക്രെഡിറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അടപ്പയിലാക്കി. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല, ഞാനല്ല, അമ്മ. ചിക്കൻ പിന്നെ ഞാനാട്ടോ വറുത്തത്. കാരണം എനിക്ക് ചിക്കൻ വറുക്കുന്നതിൽ ഒരു പ്രത്യേക ക്രൈസ്. ഈ വീഡിയോ എടുത്തത് മോശമായിപ്പോയി ഗൈസ്, കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേന് ഈ പരിവായി ഗൈസ് ഞാൻ. പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.